കൊണ്ടുപോയി എന്നിട്ട് ആ തിരിച്ചാ വീഡിയോ കഴിഞ്ഞാൽ ഒരു പാറ്റ പറന്നു പോണ പോലെ ആക്കാം. ഷിമി നടന്നു വരണേ കേറിപ്പോയി. ഇപ്പൊ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് കാരണം ഭയങ്കര ഒരു സ്റ്റെപ്പാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അതാ കാണുന്നു ഷിമി ഇവരൊക്കെ. ചാലോ ചാലോ ഹണി ഹണി ആണ്ട് ഫ്രണ്ട് പോരുത് ഇനി. ഇനിയും ഒരുപാട് കയറാനുണ്ട് കണ്ടില്ലേ. അതെ, ആഹാ ഇതിന് മുകളിൽ ഷോപ്പ് ഉണ്ടാ. എന്ത് ഷോപ്പാണ്? ഒരുപാട് സ്റ്റെപ്പ് കയറി വന്നു. വളരെയധികം ടയർഡായി. ഇതിന് മുകളിൽ ഷോപ്പുണ്ട്. ഷോപ്പിൽ കുറേ ബ്രേസ്ലെറ്റ് അങ്ങനെ കൊടുക്കാനുണ്ട്. കുറച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ പള്ളി ഇവിടെ. ചർച്ചാണ്. ഇതെല്ലാവരും പ്രാർത്ഥിക്കുക. Don't go up. ഇല്ല, പഴയ പള്ളിയാണ്. ഏത് വർഷമാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശ്വാസികൾ അവരുടെ ആരാധനകൾ നടത്തി വരെയാണ്. നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. ചുമ പോയാ? ഒരുപാട് മുകളിലോട്ട് കയറി വന്നു. ഞാന് സാനി ഹാനി മാത്രമേ വന്നുള്ളൂ. ഇനിയും മുകളിലോട്ട് കയറാനുള്ളതുണ്ട്. ഇനിയും ഒരുപാട് പ്ലേസ് ബാക്കിയുണ്ട് കയറാൻ. നമ്മളില്ലേ ടോപ്പ് എത്തണേ, അതാണ് ഞങ്ങളുടെ ഗോള്. ആ ടോപ്പ് എത്തിയാല് ഞങ്ങൾ പ്രൂവ് റോക്കിലേക്ക് ഓ ഇവിടൊക്കെ ഒരുപാട് കേവ്സ് ഉണ്ട് കണ്ടില്ലേ. ആ സൈഡിൽ കൂടെ അല്ല പോവാ, ആ സൈഡിൽ കൂടെ അല്ലേ, ആ സൈഡിൽ കൂടെ പോവാ. അതെ, ആ സൈഡിൽ കൂടെ പോവാണ്ടല്ലോ. അതെ, അവരങ്ങനെ എളുപ്പത്തിൽ പോകുന്നു. ഭയങ്കര ടയർഡായി. ഇപ്പൊ എന്തായാലും ജാക്കറ്റൊക്കെ ഊരാന്ന് വെച്ചു. കാരണം കയറി ടയർഡ് വേർത്തു. അപ്പൊ ഇനി ജാക്കറ്റ് ഇവിടെ എങ്ങനെ കെട്ടാം? ഇങ്ങനെ കെട്ടാം. അതാണ് സ്റ്റൈൽ. കൊറേ ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ലേ. ഇങ്ങനെ കെട്ടി നമുക്ക് ആ പില്ലറും കൂടി കയറിയാലോ. എല്ലാവരും this is the last one. ഇതാണ് last one. ഒന്ന് കയറി നോക്കട്ടെ. അടി വൈഡ് പോവാം. This is the last one. 2F. 2F ഇവിടെ. ഏതാവ് 2F. 2F. I'm going to stop it. I'm not giving up. I'm going speedy. Oh. Yes.
There. Ah. എന്താ ബാബു കേട്ടോ ഇത് നമ്മൾ തോപ്പിക്കല്ലേ ഇത് അവര് നമ്മള് പ്രൊഫഷണൽ റോക്ക് ക്ലൈംബേഴ്സ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇനി ഇവിടുന്ന് നോക്കിയാൽ കാണാം താഴത്ത് ഇനിയും മലകളാണ്. ഫുള്ളായിട്ട് മലകളാണ്. അടില്ലേ ഏറ്റവും ടോപ്പിലെത്തി നമ്മളുണ്ട്. ഏറ്റവും ടോപ്പിലെത്തി. ഫുള്ള് താഴ്വരകളും അവിടുത്തെ വീടുകളും എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏറ്റവും താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഷിമ്മി ബാക്കിയുള്ളവർ നിൽക്കണതൊന്നും കാണാനില്ല. അത്രയും ടോപ്പിലെത്തി. ഉറുമ്പുകളായി. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. കാരണം ഭയങ്കര ടോപ്പിലെത്തി. ഈ ടോപ്പിൽ നിന്ന് ഇവിടെ ഈ സൈഡിൽ നിന്ന് ചിലപ്പോൾ അവരെ കാണാൻ പറ്റുമായിരിക്കും. നമുക്കപ്പോൾ ഈ സൈഡിലൊന്ന് നിന്ന് നോക്കാം. മോസ്റ്റ് ടോപ്പാണ്. ഇതാണ് ഏറ്റവും നമുക്ക് പോകാൻ പറ്റുന്ന ടോപ്പ്. ഇത്രയും ടോപ്പാണ്. ഇനിയിപ്പോൾ അവിടെ പോകാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ഇതൊന്നുമില്ല. കാരണം ഇതാണ് ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പ് എത്തിയപ്പോൾ അതെ ഏറ്റവും മുകളിൽ അതൊക്കെ ഉള്ള താഴത്താണ്. അതിനേക്കാളൊക്കെ മുകളിലോട്ട് എത്തി നമ്മൾ. അതെ ഇവിടെ നോക്കി. ഇവിടെ ഏറ്റവും ടോപ്പിൽ ആണുള്ളത്. കണ്ടാ അവരൊക്കെ എവിടെ ഉള്ളതെന്ന് പോലും അറിയില്ല. നമ്മളിപ്പോ ഇറങ്ങി പോണതുണ്ടല്ലോ, ഇറങ്ങി പോണത് ഇപ്പൊ വേറെ വഴിയാണ്. ഇറങ്ങി പോണ വഴിയൊക്കെ വേറെ വഴിയാണ്. ഇവിടുന്ന് ഇനി ഇറങ്ങി അങ്ങോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. ആ വഴി ഉണ്ടോ അവിടെ? ഓക്കെ, എങ്കിൽ നടക്ക്. ലാസ്റ്റ് നമ്മളിവിടെ താഴെ എത്തുവോ? ഷിമിനെ ഇവരൊക്കെ കാണുമോ? കാരണം നമ്മൾ കയറിയ വഴി കൂടെ അല്ല ഇപ്പം ഇറങ്ങുന്നത്, വേറെ വഴി കൂടെയാണ്. സൂക്ഷിച്ചിറങ്ങണേ, വീഴരുത്. അതാണ് മെയിൻ ടാർഗറ്റ്. വീഴാതെ ഇഞ്ചുറീസ് ഒന്നും ഇല്ലാതെ നമ്മൾ അവിടെ എത്തണം. അതാണ് മെയിൻ ടാർഗറ്റ്. ഓക്കെ, ആ ടോപ്പ് എത്തി. നേരത്തെ നമ്മൾ പോയ ഇതേ കാണുന്നു. കണ്ട? ഓ, അങ്ങോട്ട് ഇനി ഇതാക്കാൻ പറ്റില്ല. ആ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ വഴി പോയാൽ ഒരുപാടുണ്ട്. ആ വഴി പോകാൻ പറ്റില്ല. ഏത് വഴി? ഓക്കെ, ഈ വഴി ഇറങ്ങാം. അപ്പോൾ ഈ വഴി ഇറങ്ങി പോവാ. ഭയങ്കര ഡേഞ്ചറാണ് ഇത്. ഭയങ്കര കുറച്ച് ഷാർപ്പാണ്. ഇത് സൂക്ഷിച്ചിറങ്ങണം. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും ഇതേ ഷിമിയും ചാലും നിൽക്കുന്ന സ്ഥലത്ത് എത്തി. ഭയങ്കര ജേണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജേണി ആയിരുന്നു. അതെ, അത് ഹാനിയുടെ എത്രയൊക്കെ ഏജ് ആണെന്നുണ്ടെങ്കിലൊക്കെ, പക്ഷെ ഹിറയുടെ ഏജ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല ചെറുതാവണം. പിന്നെ കേറി പോണവര് 3 months 4 months ഒക്കെ ഉള്ളവര്. അതെ, ഇവളാണെങ്കിൽ തീരെ സമ്മതിക്കണില്ല. അപ്പൊ കാരണം ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഷിമിയും ചാലും ഇവിടെ താഴത്ത് നിൽക്കുകയും ചെയ്തത്. ഞങ്ങളപ്പോ മുകളിൽ കയറി ഞങ്ങൾ റീൽസ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചാക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഷിമി അവിടെ ഒട്ടിക്കുന്നേക്കല്ല. അപ്പൊ ചാലും വാപ്പ കഴിഞ്ഞാ ചാലിന്റെ സ്ഥാനല്ലേ ഇല്ല. അത് കാരണം ഷിമിയൊപ്പം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ചാലു. കാരണം ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഷിമി, പിന്നെ നിങ്ങളെല്ലാരും നോക്കേണ്ടത് അവനാ. അവനുണ്ട്. അതെ, ഹായ്. അങ്ങനെ ഇത്തണം. ഓക്കെ ഓക്കെ
ഓക്കെ നമ്മൾ താഴെ ഇറങ്ങാൻ പോണേ. നമ്മൾ വന്ന വഴി പോകാൻ പറ്റുമോ? പക്ഷെ നമ്മൾ നമുക്ക് നടക്കാൻ പറ്റുമോ? അങ്ങനെ പോയിട്ട് ഇറങ്ങാൻ പറ്റൂടോ അവിടെ? വീഡിയോ ആണത്. കഴിഞ്ഞില്ലേ? അതെ പോണ്. എല്ലാരും കൂടി ഇപ്പൊ ഇറങ്ങിയാണ്. ഇപ്പൊ മല ഇറങ്ങിയാണ്. അത് വമ്പൻ യാത്ര എന്ന് പറഞ്ഞാൽ വമ്പൻ യാത്രയായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് ഇന്ന് രാത്രി ഉണ്ടല്ലോ ഹാനിയുടെയും സാനിയുടെയും കാല് വേദന എടുക്കുന്ന. കാരണം സാധാരണ ചെയ്യാത്ത ഒരു ശാരീരികമായ ഒരു എക്സസൈസും കൂടിയാണ് ഇന്ന് കാണിച്ചു ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നാളത്തെ ടൂർ എങ്ങോട്ടാണാവോ? കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. 2 വട്ടല്ല 2 കിലോ. 2 കിലോ ഒക്കെ കുറവാണ്. ഒരു 5 കിലോ കുറയണം. നല്ല ഹാർഡ് വർക്കായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതെ അവിടുന്ന് അങ്ങോട്ടും താഴത്തേക്ക് ഇറങ്ങി പോകാനുള്ളതൊക്കെ ഉണ്ടല്ലോ. താഴത്തേക്ക് ഇറങ്ങാൻ അവിടെ എന്താ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് കയറി നോക്കണം. നമ്മളിപ്പോ കേറിപ്പോയി. ഇപ്പൊ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഇവിടെ വരെ ഇതിന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങണത് അല്ലക്ക. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഇരുട്ടായിരിക്കും. കാരണം ഗോപ്രോയില് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഫുൾ ഇരുട്ടായിരിക്കും. ഞാൻ മൊബൈലിലും എനിക്ക് വീഡിയോ എടുക്കണല്ലോ. നിങ്ങൾ ഇറങ്ങിപ്പോണത് പെയിന്റ് ഉണ്ട്. പെയിന്റ് ആക്കണ്ട. ആ കിടന്നോട്ടോ ബേബി, കിടന്നോ. യെസ്, ഇത് ലൈറ്റൊക്കെ ഉണ്ട്. ആ അതെ, അത് കാരണം ഭയങ്കര ഒരു സ്റ്റെപ്പാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ബേബി ഉണ്ട്. ബേബിനെ എടുത്തിട്ട് വേണം ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ. ആ പെയിൻ്റാണ് വൈമലൊക്കെ. അതെ, അപ്പോൾ ഇല്ല പെയിൻ്റ് ആവും. കൈ പിന്നെ പിടിച്ചോ. ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്. Paint. Look at your paint. ഓക്കെ, അപ്പം നമ്മളിത് ഇറങ്ങി ഇവിടെ ഒരുപാട് താഴത്തെത്തി. പക്ഷേ പണ്ട് കാലത്തപ്പോൾ ഇവർ മെല്ലെ ചെറിയ സ്റ്റെപ്സ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതിപ്പോൾ നടന്ന് എന്തായി, ആ സ്റ്റെപ്പൊക്കെ പോയപ്പോൾ അവർ ഓൾറെഡി എന്താക്കി വേറെ ഇതുണ്ടാക്കിയതാണ്. ഷിമി നടന്നു വരുന്നേ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത അതെ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊട്ടി. എന്നുവെച്ചാൽ അവിടെ ഒരു മുള്ള് കൈയുമ്പോൾ കൊണ്ടതാ. ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അവിടെ. അപ്പോൾ ഇത്രയും വലിയ മലയുടെ മുകളിൽ കയറിയിട്ടൊന്നും ഡാമേജ് ആയില്ല. താഴത്തൊരു മുള്ള് തട്ടിയിട്ട് കൈ പൊട്ടി. എനിവേ നല്ല അടിപൊളി സ്ഥലമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കും. കാരണം കുറേ വീഡിയോസൊക്കെ ചാലു സാനി ആനയൊക്കെയാണ് എടുത്തത്. എനിഹൗ മാക്സിമം എൻജോയ് ചെയ്തു. ഒരുപാട് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് എന്ന് പറയാം. കാരണം നല്ല വലിയ മലയാണ്, അതിൻ്റെ മുകളിലോട്ട് കയറണം, ഫിസിക്കലായിട്ട് ഒരുപാട് എനർജി വേണം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ കുറച്ച് ഫ്ലൂയിഡ്സൊക്കെ കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ സാനി ഹാനി മാത്രം, ഞങ്ങൾ 3 പേര് മാത്രമാണ് ഏറ്റവും ടോപ്പിൽ പോയത്. ഞങ്ങൾ അതെ പ്രൊഫഷണൽ റോക്ക് ക്ലൈംബേഴ്സ് ആണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ് പറഞ്ഞ ബായ് ബായ് ബായ്. ഷിമി ഒരു ബായ് പറയൂ. ബായ്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കാണില്ലേ, ഒരു അരുവിയുടെ സൈഡിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത് നോക്കൂ, വെള്ളം നല്ല ഒഴുക്കൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു അരുവി. യെസ്, അതിൻ്റെ സൈഡിലായിട്ടൊരു ബെഞ്ചിലിരിക്കേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണലുണ്ട്. യെസ്, കുറച്ചൊരു ഒരു നോവൽ ടൈപ്പൊക്കെ, ഒരു എന്താ പറയാ, ഒരു ആക്ഷനും ഇതൊക്കെ ഇല്ലാതെ ഇതൊരു മൂവി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആ ഒരു സ്ലോ ആയിട്ടുള്ള മൂവീസ്, അങ്ങനത്തെ മൂവീസിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങൾ കൂടുതലായിട്ട് കാണാം. പിന്നെ അല്ലെങ്കിൽ നായികൊക്കെ കുറച്ച് നാള് മാറി നിക്കാൻ പോണ സ്ഥലങ്ങളും അങ്ങനത്തെ ഭയങ്കര ഇതായി പോയല്ലോ. കറക്റ്റാ അത്. അങ്ങനെ ഇതേപോലത്തെ സ്ഥലത്ത് ഇതേപോലത്തെ ഒരു ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. ചില ക്ലൈമാക്സുകളൊക്കെ സെറ്റ് ചെയ്യും. ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നായകൻ ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ ദിൽ തോ പാഗൽ ഹൈ ദിൽ ദീവാന ഹൈ. അയ്യോ, ബേബിക്കും ഇഷ്ടായി അത്. എന്തായാലും ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉള്ളത്. കാരണം നോക്ക്, അങ്ങോട്ട് നോക്കിയാ ശരിക്കും വെറുതെ അങ്ങനെ ആ സൈഡിൽ കൂടെ നടന്നു വരാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല അടിപൊളി സ്ഥലം കണ്ടില്ലേ. ഇതുണ്ടല്ലോ ചില ഗോസ്റ്റിന്റെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഈ സ്ഥലത്തുണ്ടല്ലോ ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കണേ ആ ഗോസ്റ്റ് അടി ഈ ഭാഗത്ത് വ്യത്യാസമുണ്ട്. അടി ഈ ഭാഗത്ത് വ്യത്യാസമുണ്ട്, അതാണ്. ഈ ഫോറസ്റ്റിൽ എഴുതാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു നോവലോ പിന്നെ ഒരു പോയമൊക്കെ എഴുതി തീർക്കാൻ പറ്റും. നല്ല നല്ല ചിന്തകളൊക്കെ മനസ്സിൽ വരും. അതെ, ചാലു നിമിഷകവിയാണ്. ചാലു വേണമെങ്കിൽ ഒരു പാട്ട് ഇപ്പൊ പാടാവുന്നതാണ്. ചാലു പാട്ട് പാടും. ആ പാട്ട് പാട് ചാലു. എന്താ നടന്ന കാരണം മൂടില്ല എങ്കിൽ സാനിക്ക് ഒരു പാട്ട് പാടാന്. ഇപ്പൊ തല്ലോടി ഇരിക്കാണ്. കാരണം സാനി ബാഗിൽ എടുത്ത് വെച്ച് ചോക്ലേറ്റ് ഞാനും ചാലും കൂടെ പൊട്ടിച്ചു. അത് ഞങ്ങൾ പൊട്ടിച്ചത് എന്താന്ന് വെച്ചാ ബേബി കരഞ്ഞു. എങ്ങോട്ടീ ഓടണത്? ഹലോ, അങ്ങോട്ടീ ഓടണം. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട്. എല്ലാം നോക്കിയ ഞങ്ങൾ വൈറ്റ് കളർ ലീഫ് കണ്ടിട്ട് ഭയങ്കര ഇവിടെ കുറച്ച് സ്ഥലത്തുള്ളൂ. ഇവിടെ ഏറ്റവും കോമൺ വെച്ചാ ഇതൊക്കെയാണ്. ഹിറ ബേബി ഓടി കളിക്കണം. ഇവിടെ ഓടി കളിക്കണം, ഓടി കളിക്കണം. ഹിറ ബേബി കണ്ടില്ലേ? ഓ ഓ ഓ ഓ ഓ, ഹിറ ബേബി ഓടി കളിക്കും. ഹിറ ബേബിയുടെ ഫൈനലി ഹിറ ബേബി വീണു. ഹിറ ബേബി വീണു. നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് ആക്കി പ്ലാന്. ജോർജിയൻ ഫുഡാണ് ചെയ്യാൻ പോണത്. അതെ, ജോർജിയൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ നേരം. നിന്റെ ഇവിടൊക്കെ ഇത് ടിഷ്യൂ തുടക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാം. കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഇനി ഇവിടുന്ന് കുറച്ച് ലോങ്ങിലേക്ക് പോയി കഴിഞ്ഞാലും ഇല്ല. അപ്പോൾ നമുക്ക് ഇവരുടെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും ആള് പറയും എന്താ വേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മെനു നോക്കാം. മെനു കാർഡ് നോക്കിയിട്ട് നമുക്ക് പറയാം. ചിക്കനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. മെനു നോക്കിയിട്ട് നമ്മൾ ചിക്കൻ തന്നെയാണ് ഓർഡർ ചെയ്യണത്. ചിക്കൻ നോക്കിയിട്ട് നമുക്ക് ഫുഡ് ഇതാക്കി പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ എടുക്കാനുള്ള പെണ്ണ് വന്നിട്ടുണ്ട്. ബേബിക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്ത് നമ്മളിവിടെ പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മൾ ജോർജിയൻ ഫുഡാണ് ട്രൈ ചെയ്യുന്നത്.
സാധനം ഫസ്റ്റത്തെ വന്നു ഫസ്റ്റത്തെ വന്നു. ബാക്കിയുള്ള ഫുഡുകളൊക്കെ 1 by 1 വരും. പറ ഓണാക്കി. നമ്മളുടെ പിസ്സ വന്നു, പിന്നെ നമ്മളുടെ ചിക്കൻ സാലഡ് വന്നു. അതിൽ ഈ ചിക്കൻ സാലഡ് അടിപൊളിയാണ്. അർമേനിയന്ന് കഴിച്ചതിനും ടേസ്റ്റ് ഉണ്ട്. അർമേനിയന്ന് നമ്മൾ ഈ സെയിം ഡിഷ് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറച്ചധികം പുളിപ്പ് രസവും പിന്നെ ഉപ്പൊക്കെ കൂടുതൽ പോലെയായിരുന്നു. ഇവിടുത്തെ കറക്റ്റ് പാകത്തിനാണ്. നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ, ഇതുവരെയായിട്ടും നമ്മൾ വേറെ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഫുഡ് മാത്രം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടായിരുന്നു പോയിരുന്നത്. കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. ഇതിപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോങ് ആണ്. കാരണം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ജോർജിയൻ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ചിക്കൻ കൊണ്ടുവന്ന് നോക്കി ഇത് ഇവിടെ വെച്ചിട്ടാണ് ഒരു പാകം ചെയ്യുന്നത്. കാരണം ഇപ്പോഴും അതിലൂടെ താഴത്തെ എണ്ണ ചൂടുണ്ട് ഇപ്പോഴും ഇവിടെ പാകം ചെയ്യുന്നുള്ളൂ. കാരണം അത് മൊരിയുന്ന സൗണ്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടത്. ഇതെന്താ ഷവർമയാണ്? ചിക്കൻ കബാബ്. ഇത് ഫ്രൈഡ് ചിക്കൻ. നമ്മളുടെ ഇത് ഫ്രൈഡ് ചിക്കൻ ഏതാ? ഫ്രൈഡ് ചിക്കൻ. അവിടെ കബാബ് ഉണ്ട്, അവിടെ ഉണ്ട്. എനിക്ക് ഇഷ്ടമായ സ്പ്രൈറ്റാ കുടിക്കണം. നമ്മളുടെ ഫുഡ് അടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഫുഡ് ബാക്കി വന്നു. ചിക്കനും പിന്നെ ഇതൊക്കെ കബാബൊക്കെ ബാക്കി വന്നു. അപ്പോൾ ബാക്കി വന്ന സാധനങ്ങൾ നമ്മൾ എന്തായാലും പാർസൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പാർസൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ വന്നിട്ട് എന്തായാലും പാർസൽ എടുക്കും. എന്താണ് പറയാനുള്ളത്? ഇവിടെ ഉണ്ടല്ലോ നമ്മൾ കട്ടയിലൊക്കെ ഉണ്ടല്ലോ ചില സ്ഥലത്തൊക്കെ അപ്പം എടുക്കാം. ഇവിടെ ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ ഈ ഗ്ലാസ് തീർക്കാൻ. ഇവിടെ ഫുള്ളുണ്ടല്ലോ വൈനായി കാണല്ലോ. അവർക്ക് വൈനൊക്കെ ഗ്ലാസ്സിൽ കുടിക്കുന്നത്. സ്പ്രൈറ്റൊക്കെ കുടിക്കാൻ ഗ്ലാസ് പക്ഷേ ഈ ഭാഗം കുറച്ച് തിന്നറാണ്. ഏത് ഈ ഭാഗം കുറച്ച് തിന്നറ. പിന്നെ ഇത് കുറച്ച് അപ്പാവും. അതിനെ നമ്മള് ഓക്കെ ശരി. അപ്പോൾ നമുക്ക് പാർസൽ വാങ്ങിച്ചതിന് ശേഷം ബില്ലടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ബാക്കി ഫുഡൊക്കെ പാർസൽ വാങ്ങിച്ച് സിമ്മ അവിടെ പോയി നമ്മളിപ്പോൾ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, തിരിച്ച് യാത്രയിലാണ്. യാത്ര പോവുകയാണ്. യെസ്,